ഹലോ എവരിബഡി, സ്പെഷ്യൽ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേരള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫുഡാണ്. പൊറോട്ട ഉണ്ടാക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് ആണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ അങ്ങനെയല്ല. പൊറോട്ട നമ്മൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഈ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അതിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് മൈദയാണ്. 1 കിലോ മൈദയാണ്. അതുപോലെ ഇത് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഒരുപാട് ഇടരുത് ഇത്. പിന്നെ വെള്ളം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാവ് കുഴയ്ക്കാനായിട്ട് വെള്ളം ആവശ്യമുണ്ട്. പച്ചവെള്ളമാണിത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മൈദയിലേക്ക് നമ്മൾ അല്പം സോഡാപ്പൊടി ഇടും, അതായത് 1/4 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1, അതിനുള്ള മാവ് കുഴയ്ക്കുന്നത്. 2, പൊറോട്ട വീശിയെടുക്കുന്നത്. 3, പൊറോട്ട ചുട്ടെടുക്കുന്നത്. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊറോട്ട വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ഇപ്പോൾ ഈ മാവിലേക്ക് നമ്മൾ സോഡാപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് ഉപ്പിൻ്റെ മിക്സ്, ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഈവനായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത് ഒരു കാരണവശാലും. വളരെ കുറേശ്ശെ ഒഴിച്ച് അതിനെ മിക്സാക്കി എടുക്കണം. ഉപ്പെല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും മുഴുവൻ വെള്ളം ഒഴിക്കരുത്. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അത് ഈ പൊടിയൊന്ന് നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സാക്കുന്നു. ചിലർ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മുട്ട കൂടെ ചേർക്കുന്നതായിട്ട് കാണാം. മുട്ട ചേർക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ചിലപ്പോൾ പൊറോട്ട പൊടിഞ്ഞു പോകും. കുറച്ച് കടകളിലൊക്കെ കിട്ടുന്ന ഒരു ലുക്കും ഒരു അപ്പിയറൻസും ഒക്കെ വരാനായിട്ട് ഞാനിപ്പോൾ മുട്ട ചേർക്കാത്തത്. മുട്ട ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുട്ട ചേർക്കാം. ചിലർക്ക് മുട്ട ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുട്ട ചേർക്കാത്തത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഈ മാവിനെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ക്ഷമ ഇതിൻ്റെ അകത്ത് വേണം. പക്ഷേ എന്നാലും ആ ക്ഷമയുടെ ഫലം എന്ന് പറയുന്നത് വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം. ഒരു കാരണവശാലും സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഒന്നിട്ട് കുഴയ്ക്കരുത്. അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ മാവിന് സോഫ്റ്റ്നെസ് ഒട്ടും കിട്ടില്ല. ഇപ്പോൾ 3/4 ഭാഗം വെള്ളമായിട്ടുണ്ട്. ഇനി വേണ്ട കുറച്ച് വെള്ളം കൂടെ തിളച്ച് കൊടുക്കുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സോഫ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ഈ മാവിനെ എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ഒരു മേശയിലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് സ്ലാബ് നമ്മൾ കിച്ചണിലേക്ക് ഉണ്ടല്ലോ, അപ്പം അതിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ നമ്മളിത് 2 കൈ ഉപയോഗിച്ച് തന്നെ കുഴയ്ക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ്, 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇത് ഇങ്ങനെ തന്നെ കുഴയ്ക്കുക നന്നായിട്ട്. അപ്പോഴാണ് ഇത് നല്ല മാർദ്ദവം വരിക, സോഫ്റ്റ്. നമ്മൾ എത്രയും നന്നായിട്ട് കുഴയ്ക്കുന്നു അത്രയും പൊറോട്ട നല്ല സോഫ്റ്റായിരിക്കും. അതുകൊണ്ട് നല്ല പൊറോട്ട കഴിക്കാനായിട്ട് കുറച്ച് നമ്മൾ ഈ ഒരു കുഴയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാൻ 20 മിനിറ്റ് ഈ മാവ് കുഴച്ചു. മാവ് ശരിക്കും സോഫ്റ്റായോ എന്നറിയാനായിട്ട് നമ്മളിങ്ങനെ വിരലുകൊണ്ട് തട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ വിരലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാവിനെ നമ്മൾ കുറച്ച് സമയത്തേക്ക് വെക്കാൻ അനുവദിക്കണം. കുറച്ച് ഓയിൽ മീൻസ് സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലും ഓയിൽ ഈ തറയിൽ അപ്ലൈ ചെയ്യുക, ഗ്രാനൈറ്റ് ഫ്ലോറിൽ. ശേഷം
ഈ മാവ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഒരു കാരണവശാലും എണ്ണ ചേർക്കരുത്. നമ്മളിങ്ങനെ എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരു തണുത്ത തുണി കൊണ്ട് അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് നമ്മളതിനെ മൂടണം. തോർത്തോ വെള്ള തുണി എന്തെങ്കിലും ആയാൽ മതി. ഇതിപ്പോൾ ഞാൻ നനച്ചൊരു തുണിയാണ്, അതുകൊണ്ട് അതിനെ മൂടി വയ്ക്കുക. ഒരു 20 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ നമുക്ക് ഈ തോർത്ത് മാറ്റാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിനെ ബോൾ പിടിക്കും. പൊറോട്ട ബോൾ പിടിക്കുക എന്നാണ് പറയുന്നത്. ബോൾ പിടിച്ച് വെക്കാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ആദ്യമേ തടവി കൊടുക്കുക. ഇനി ഒരു കത്തി എടുത്തിട്ട് ഇത് നടുവെ ഇങ്ങനെ മുറിക്കുക. മുറിച്ചതിന് ശേഷം 2 കൈയിലും എണ്ണ എടുക്കുക. ഇങ്ങനെ ബോൾ ആക്കിയെടുക്കുക. എന്നത് ശ്രദ്ധിച്ചോണം. ആ ബോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ 2 വിരലിൻ്റെ ഇടയ്ക്കോടെ, ചൂണ്ടുവിരലിൻ്റെ തള്ളവിരലിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ ഒരു ബോളിൽ നമ്മൾ 2 പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോളിലും വലിപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല, അതനുസരിച്ച് പൊറോട്ടയുടെ വലിപ്പം കുറയുന്നേ ഉള്ളൂ. ഇനി കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ ഒരു വലിപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ബോളും പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 9 ബോളാണ്. ഏകദേശം ഒരു 1 കിലോ മാവിൽ നിന്ന് 9 ബോൾ അല്ലെങ്കിൽ 8 ബോൾ ഓക്കെയാണ്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ കാണുന്ന പോലെ നല്ല ഷേപ്പിലുള്ള ബോളാണ്. ഇതിന് മുകളിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കുക ഒഴിച്ചുകൊണ്ട്. അതിന് ശേഷം ബോൾ പിടിച്ച ആ ബോളിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച തുണി തന്നെ നനച്ചൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് മൂടിയിടുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അത് പൊറോട്ട വീശുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം ഈ തുണി എടുത്ത് മാറ്റുക. നമ്മൾ വീശാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ശരിക്കും എണ്ണ തൂക്കണം. എണ്ണ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് കൈകൊണ്ട് ശരിക്കും എല്ലായിടത്തും നിന്ന് ആക്കുക. ഒരുപാട് പേര് പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ വീശുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സൂക്ഷിച്ച് കണ്ട് പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ വീശേണ്ടത്. ഒരു ബോൾ എടുക്കുക. എന്നിട്ട് അത് ശരിക്കും കൈകൊണ്ട് എല്ലാ വശവും ഒന്ന് ചെറുതായിട്ട് പരത്തി ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈഡിലുള്ള ഭാഗം ശരിക്കും കനം കുറഞ്ഞിരിക്കണം. ഇനി വീശാനായിട്ട് കൈ പിടിക്കേണ്ടത് ഇടത് കൈ അടിയിൽ. ഞാനിപ്പം വലം കൈയാണ് എനിക്ക്, അതുകൊണ്ടാണ് ഇടത് കൈ അടിയിൽ, വലത് കൈ മുകളിൽ. ഇങ്ങനെ മുറം പോലെ ഞാൻ നല്ല. അതിനുശേഷം ഏകദേശം ഇത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നിർത്തുക. ഈ വലുപ്പത്തിൽ കിട്ടും. അതിനുശേഷം കത്തി എടുത്തിട്ട് ഇത് 2ആയിട്ട് ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കുക ഇതുപോലെ. എന്നിട്ട് സൈഡിൽ വയ്ക്കുക. അതുപോലെ അടുത്ത ബോൾ ഇനി അല്പം എണ്ണ ഈ ബ്രഷിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കുക. നമ്മൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന പൊറോട്ട റോളിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതെന്നുവെച്ചാൽ ഉണങ്ങിപ്പോകാതിരിക്കാനാണ്. ഇനി തോർത്തിട്ട് മൂടേണ്ട കാര്യമില്ല. ഇനി തോർത്തിട്ട് മൂടിയാൽ ചിലപ്പോൾ ആ തോർത്തിൻ്റെ വെയിറ്റ് കൊണ്ട് ആ കുമ്പളകളൊക്കെ പൊട്ടി അല്ലെങ്കിൽ അത് പുളിച്ച് പൊങ്ങി വരാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ ഇനി മൂടി വെക്കേണ്ട, ചില എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് ചൂടാം. ആ പൊറോട്ട ചുടുവാനായിട്ട് ഞാൻ 4 തവയെടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. വലിയ കല്ല് നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് 4 തവ വെക്കുന്നത്. സിംഗിൾ തവ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ 4 പൊറോട്ടയെങ്കിലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്ത് അത് ഇടിച്ചെടുത്താൽ ഉടയാതെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 4 അതേസമയം ചൂടുന്നത്. അപ്പം എണ്ണ തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് പരത്തി ഇടുക.
അതിനായി നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന പൊറോട്ട മാവ് എടുത്ത് കയ്യിലൽപ്പം എണ്ണയും കൂടെ ചേർത്ത് ഇതുപോലെ പരത്തിയെടുത്ത് ചൂടായിരിക്കുന്ന കല്ലിന്മേലിട്ട് ചുട്ടെടുക്കുക. നമ്മൾ പൊറോട്ട ചുടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൽ എണ്ണ നമ്മൾ ശകലം മുകളിലേക്ക് ഇങ്ങനെ ബ്രഷ് കൊണ്ട് തടയി കൊടുക്കുക. ഇത് മറിച്ചിടുക. ഒരുപാട് നേരം കിടന്നാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. ചുടുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. വീണ്ടും നമ്മൾ എണ്ണ തടവി കൊടുക്കുക. പൊറോട്ട ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു മൊരിഞ്ഞിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പൊറോട്ടയിലെല്ലാം നല്ലൊരു ഗോൾഡൻ കളറിലൊരു മൊരിച്ചിലുണ്ട്. അത് ആണ് അതിൻ്റെ കറക്റ്റ്. കുറച്ചുകൂടെ എണ്ണ തടവി കൊടുക്കുക. ഈ പൊറോട്ടയ്ക്ക് സൈഡുണ്ട്. ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. ഈ പൊറോട്ട ആണെങ്കിലും ഇത് ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക്. അപ്പോൾ നമ്മൾ പൊറോട്ട എടുക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ട് വശം മുകളിലേക്കായിട്ട് തന്നെ വരണം. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്ക്. അപ്പോൾ ഇത് ഫ്രണ്ട് വശം നമുക്ക് കാണുമ്പോൾ അറിയാം. അത് ഒരു ഫ്ലാറ്റായിട്ടിരിക്കുന്ന വശമാണ് ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇനി ഇതിനെന്താ വെച്ചാൽ ഈ പൊറോട്ട എല്ലാം കൂടെ ഒരുമിച്ചിങ്ങനെ കൂട്ടിയെടുക്കുക. പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ മേശമേലോ അല്ലെങ്കിൽ പൊറോട്ട അടിച്ച സ്ലാബിൻ്റെ മുകളിലിട്ടിട്ട് കൈകൊണ്ടിങ്ങനെ അടിച്ചെടുക്കുക. പൊറോട്ട ശരിക്കും സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒന്നാം തരം പൊറോട്ട നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് പോലെ ഈ പൊറോട്ട നമുക്ക് ചിക്കൻ്റെ കൂടെയോ മട്ടൻ്റെ കൂടെയോ നമുക്കിത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഏത് കറിയുടെ കൂടെയും കഴിക്കാവുന്ന നല്ലൊരു ഫുഡാണ് പൊറോട്ട. പ്രത്യേകിച്ച് കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് പൊറോട്ട. നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പൊറോട്ട തന്നെ വരും. പുതിയ പുതിയ ഡിഷുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം S4U, സ്പെഷ്യൽ ഫോർ യു ഓൾവേസ്. താങ്ക് യു.